ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് ചൊരിയുന്ന കൃപകളും അവിടുന്ന് നൽകുന്ന സംരക്ഷണവും വളരെ വലുതാണ് കർത്താവേ. അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ നൽകുന്നു. അതനുസരിച്ച് കൊണ്ട് തന്നെ അങ്ങയോട് ചേർന്ന് ജീവിക്കുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും നൽകി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ തിരുവചനത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ ഞങ്ങളുടെ കുടുംബങ്ങളും ജീവിതങ്ങളും മക്കളുമൊക്കെ അവിടുത്തോട് ചേർന്ന് നിന്ന് വളരുവാനുള്ള വലിയ ഭാഗ്യവും അനുഗ്രഹവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധി അമ്മേ, ജ്ഞാനം കൊണ്ടും ബോധം കൊണ്ടും നിറച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെയും അമ്മ കാത്തു പരിപാലിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മാതാപിതാക്കളെ, എൻ്റെ പ്രിയ മക്കളെ, ഇന്ന് നമ്മൾ അല്പസമയം ധ്യാനിക്കുക യുവത്വത്തിൽ തന്നെയുള്ള ആത്മീയതയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ ഒത്തിരിയേറെ മക്കളെക്കുറിച്ച് ആകുലരും വ്യഗ്രചിത്തരുമാണ്. കാരണം നമ്മുടെ മക്കളുടെ വളർച്ച, അവരുടെ ഭാവി ജീവിതം, എല്ലാ മാതാപിതാക്കളും മക്കളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്നു. അവർക്ക് നല്ല വിജയം ഉണ്ടാകണം, നല്ല പോലെ പഠിക്കണം, നല്ല അനുസരണമുള്ള മക്കളായിട്ട് ജീവിക്കണം, അവരനുഗ്രഹിക്കപ്പെടണം, നല്ല വിവാഹം നടത്തിവിടണം. അങ്ങനെ ഒത്തിരി മക്കളെക്കുറിച്ച് ആകുലപ്പെടുന്ന മാതാപിതാക്കളെയാണ് എവിടെയും കാണുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഒത്തിരി മാതാപിതാക്കൾ മക്കളെ ഓർത്ത് നൊമ്പരപ്പെട്ട്, അച്ഛാ മോൻ അങ്ങനെയായി, മോൾ ഇങ്ങനെയായി, പഠിക്കണില്ല, ആകെ അനുസരിക്കണില്ല, ആകെ പ്രശ്നമായിട്ട് വേദനിച്ചുകൊണ്ട് ഒന്ന് നന്നാക്കി തരാമോ അച്ഛാ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ഒത്തിരി മാതാപിതാക്കളെ അച്ഛനറിയാം. ധ്യാന കേന്ദ്രത്തിലും ധ്യാനിക്കാൻ വരുമ്പോഴും അല്ലാതെയും മറ്റും പ്രാർത്ഥനയ്ക്കും ശനിയാഴ്ച വൺഡേ പ്രോഗ്രാമിനുമൊക്കെ വരുന്ന മാതാപിതാക്കളിൽ ഭൂരിഭാഗം പേരും മക്കളെ ഓർത്തുള്ള വ്യഗ്രത, ആകുലത, മക്കൾ നശിച്ചു പോയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള വേദന, ആ നൊമ്പരത്തിൻ്റെ ഭാരം പേറുന്നുണ്ട്. പ്രിയ മാതാപിതാക്കളെ, പ്രത്യേകിച്ചും നിങ്ങളെല്ലാവരും നന്മയെ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നൊരു മേഖല, ഈ ആത്മീയതയുടെ അടിസ്ഥാനം നിങ്ങളുടെ മക്കളിൽ അല്ലെങ്കിൽ മക്കളിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി എന്തുമാത്രം പരിശ്രമം നടത്തുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ, നമ്മുടെ ജീവിതം വളരുവാൻ, നമ്മുടെ ജീവിതം ഫലം പുറപ്പെടുവിക്കുവാനുള്ള അടിസ്ഥാനമാണ് ഈ ആത്മീയത. ആത്മീയത എന്ന് പറഞ്ഞാൽ കർത്താവിൽ അടിസ്ഥാനം ഇട്ടിട്ടുള്ള, തായ്തണ്ടിനോട് ശാഖയെന്ന പോലെ ഈശോയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ആത്മീയത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തമ്പുരാനെ സ്വന്തമാക്കിയുള്ള ജീവിതം. ഈശോ പറഞ്ഞില്ലേ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അടിസ്ഥാനമാണ് ആത്മീയമായ അടിസ്ഥാനം. ഞാൻ ചോദിക്കുകയാണ്, മക്കളെ ഈ ആത്മീയമായ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് വളർത്തുന്നതിൽ ഒരു അപ്പൻ അമ്മ വിജയിച്ചാൽ, ശ്രദ്ധിക്കുക, ആത്മീയമായ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കപ്പെട്ട് വളർത്തുന്നതിൽ ഒരു കുഞ്ഞിനെ സാധിക്കുന്ന രീതിയിൽ വളർത്താൻ സാധിച്ചാൽ ആ കുടുംബത്തിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല മക്കളെ ഓർത്ത്. കാരണം ഈ ആത്മീയതയിൽ നിൽക്കുന്ന മക്കൾ നന്നായിട്ട് പഠിക്കും. അവർ തെറ്റായ സ്നേഹബന്ധത്തിൻ്റെ പിന്നാലെ പോകത്തില്ല. അതെ, നമുക്കറിയാം, പ്രകാശം ഉള്ളിടത്ത് അന്ധകാരം ഒരിക്കലും ഉണ്ടാകത്തില്ല. ദൈവ ചൈതന്യമുള്ളിടത്ത് ഒരു വ്യക്തിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ മക്കൾ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല, എന്തെന്നാൽ ദൈവ ചൈതന്യം അവരിൽ കുടികൊള്ളുന്നു. ഒരു ദൈവ ചൈതന്യമുള്ള ഒരു മകൻ, ആത്മീയതയിൽ നിലനിൽക്കുന്ന ഒരു മകൾ, ദൈവകൃപയുള്ള ദൈവിക പ്രകാശമുള്ള മക്കൾ ഒരിക്കലും പാപം ചെയ്യാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിലാണ് അവൻ ജീവിക്കുന്നത്. കാരണം പ്രകാശമുള്ളിടത്ത് അന്ധകാരം ഇല്ല. ഇതിൽ ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരമപ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതുകൊണ്ട് തന്നെ മക്കളുടെ വളർച്ചയെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ടത്
കൊടുത്തോ, അത് എന്താ പറയുക, ഭൗതികമായ കാര്യങ്ങളല്ല. ഇന്ന് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പള്ളിയിൽ പോലും മക്കളെ വിടാതെ രാവിലെ എഴുന്നേൽപ്പിച്ച് ഒരു കണക്കിന് കെട്ടിയേൽപ്പിച്ചിട്ട് ബാഗ് തൂക്കിക്കൊണ്ട് ട്യൂഷന് വിടും. തൊട്ടടുത്ത് പള്ളിയുണ്ട്, അവിടെ ഒരു കുർബാന അർപ്പിക്കാനോ കുർബാന സ്വീകരിക്കാനോ മക്കൾക്ക് അവസരം പോലും കൊടുക്കാത്ത ക്രൂരന്മാരായ മാതാപിതാക്കൾ എന്ന് പറയും. അവരാ മക്കളെ നശിപ്പിക്കുക. അത് ഒത്തിരി അനുഭവത്തിൽ നിന്നാണ് പറയുക. പ്രിയപ്പെട്ടവരെ, തമ്പുരാനിൽ മക്കളെ ഉറപ്പിച്ച് അതായത് വളർത്തുന്ന സമയത്ത് ഉറപ്പിച്ച് കൊടുക്കണം. മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, തമ്പുരാനിൽ അടിസ്ഥാനം ഇടാതെ നിങ്ങൾ വളർന്നാൽ ജീവിച്ചാൽ അത് മാതാപിതാക്കളും മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. അത് കണ്ട് മക്കൾ ഈ അടിസ്ഥാനത്തിൽ വളരണം. അതിന് പ്രാധാന്യം കൊടുത്ത് വിശുദ്ധ കുർബാന, കുമ്പസാരം, കുടുംബ പ്രാർത്ഥന, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. ഇന്ന് ഒരു +2 കഴിയുമ്പോഴേക്കും മക്കളെ കുടുംബത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പറച്ചങ്ങോട്ട് എറിഞ്ഞു കളയുന്ന പോലെയാണ് ഈ മക്കൾ മിക്കവാറും. ഒത്തിരി മക്കളുടെ അനുഭവം നമുക്കറിയാം. അവിടെ ചെന്ന് തകർന്ന് കൂട്ടുകൂടി കഞ്ചാവ്, മയക്കുമരുന്ന്, സ്നേഹബന്ധം ഒക്കെ പഠനം പൂർത്തിയാക്കാതെ തകർന്നു വരുന്ന അനേകം മക്കളുടെ കണ്ണുനീര് ഇഷ്ടം പോലെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അവരെ ഓർത്ത് വേദനിക്കുന്ന, ചങ്കുപൊട്ടിക്കരയുന്ന മാതാപിതാക്കളെ അച്ഛൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനസ്സിലാക്കുക, വളർച്ച എന്നുള്ളത് യുവത്വത്തിൽ തന്നെ ഈ ആത്മീയതയിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കണം. ഇനി ചിലപ്പോൾ ചിന്തിച്ചേക്കാം, അത് സാധിക്കുമോ ഇല്ലയോ എന്ന്. പഴയ നിയമത്തിലേക്കൊന്ന് നമുക്കൊന്ന് കടന്നു പോകാം. അവിടെ ചിലപ്പോൾ നമുക്ക് കാണുന്ന കുറേ വ്യക്തികളുണ്ട്. പഴയ നിയമത്തിലെ ജോസഫ്, ആ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒത്തിരി പാപ സാഹചര്യങ്ങൾ ജോസഫിനുണ്ട്. പോത്തിഫറിൻ്റെ ഭാര്യ പാപത്തിന് പ്രേരിപ്പിക്കുമ്പോൾ യുവത്വത്തിൻ്റെ ആ കരുത്തിൽ, ആ തീവ്രതയിൽ നിൽക്കുന്ന ജോസഫ്, ദൈവത്തിൻ്റെ നിയമം ഹൃദയത്തിൽ സംവഹിച്ചിരിക്കുന്ന ആ ജോസഫ്, ആത്മീയതയിൽ ഉറപ്പിക്കപ്പെട്ട് നിൽക്കുന്ന ജോസഫ് ഒരിക്കൽ പോലും അവൻ പാപം ചെയ്യുന്നില്ല. കാരണം എങ്ങനെ ഈ നീച പാപം ചെയ്ത് എൻ്റെ ദൈവത്തിനെതിരെ ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജോസഫ് എല്ലാ പാപ സാഹചര്യവും ഉണ്ടായിരുന്നിട്ടും അതിനെ ചെറുത്ത് നിൽക്കുക. യുവത്വത്തിൽ കർത്താവിൽ ഉറപ്പിക്കപ്പെട്ടപ്പോൾ, ദൈവബന്ധത്തിൽ ഉറപ്പിക്കപ്പെട്ടപ്പോൾ, ഈ പാപ സാഹചര്യം വന്നപ്പോൾ ജോസഫ് ചേർത്ത് നിന്നു. വീണ്ടും നമുക്കറിയാം സാമുവേലിൻ്റെ ജീവിതം. സാമുവേൽ ദേവാലയത്തിൽ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ കിടന്നവൻ ജീവിച്ചു. അങ്ങനെ ജീവിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ, സാമുവേലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അതിശക്തമായ പ്രവർത്തനം ഉണ്ടായി. അവനെ ദൈവം അനുഗ്രഹിച്ചു. അവൻ ചെറുപ്പത്തിൽ ദൈവത്തോട് ചേർന്ന് വളർന്നപ്പോൾ അവൻ വലിയ ന്യായാധിപനായിട്ട് മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്കറിയാം ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം, അവിടെ ദാനിയേലും ആ 3 ശദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ, ആ ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ആ രാജകൊട്ടാരത്തിലെ വിഭവസമൃദ്ധമായ വിരുന്ന്, ഭക്ഷണം, മാംസം, ഇതൊക്കെ ഉണ്ട് അവർക്കവിടെ. പക്ഷേ അവരെന്താ ചെയ്തേ? അവർ തീരുമാനിച്ചു, രാജകൊട്ടാരത്തിലെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ വീഞ്ഞുകൊണ്ടോ ഞങ്ങൾ മലിനരാകില്ലെന്ന് തീരുമാനിച്ചു. കാരണം ദൈവപ്രമാണത്തിന് വിരുദ്ധമാണിതൊക്കെ. എല്ലാ സാഹചര്യവുമുണ്ട്. അടിമത്തമാണ്, രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്, എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയാണ്. പക്ഷേ അവർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദൈവം അവരെ സകല വിദ്യകളിലും ജ്ഞാനത്തിലും ആർക്കുമില്ലാത്ത വിധം അനുഗ്രഹം നൽകി അവരെ വളർത്തി. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ, ഈ ഒരു അടിസ്ഥാനമുണ്ട്. ഈ അടിസ്ഥാനത്തിൽ ദൈവബന്ധത്തിൽ, ദൈവവചനത്തിൽ നിരക്കാത്ത പ്രവൃത്തി ചെയ്യാതെ തമ്പുരാനോട് ചേർന്ന് നിന്നാൽ ജ്ഞാനത്തിൽ, ബുദ്ധിയിൽ, പഠനത്തിൽ, ജോലിയിലൊക്കെ ദൈവമായ കർത്താവ് അതിശക്തമായിട്ട് അനുഗ്രഹിക്കും. എന്നിട്ട് ആ യുവാക്കന്മാരെയൊക്കെ, ദാനിയേലൊക്കെ ബാബിലോണിലെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കർത്താവ് അവരെ ഉയർത്തി. ദാനിയേലിനെ രാജകൊട്ടാരത്തിൽ ഇഷ്ടപ്പെട്ടവനായിട്ട് ദൈവം ഉയർത്തി. കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, യുവത്വത്തിൽ തന്നെ ദൈവത്തെ വിട്ടുപേക്ഷിക്കാതെ ദൈവപ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു. ദാവീദിൽ നോക്കിക്കേ, ഗോലിയാത്ത് പറയാ, ഒരു യുവ കോമളൻ, അവനെതിരെ നീ എന്നാ അവൻ വടിയും കൊണ്ടുവരിക, പട്ടിയെ തല്ലാൻ പോണേനോ നീ വരണേ, കളിയാക്കുക. അപ്പോൾ ദാവീദ് കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയവൻ, അവൻ ആ ഒരു കവണ കൊണ്ട് അവനെ അടിച്ച് താഴെയിട്ടു. യുവത്വത്തിൻ്റെ കരുത്ത് കർത്താവിനെ കൊണ്ട് നിറച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ യുവത്വത്തിൽ തന്നെ ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്ന് അനുഗ്രഹം പ്രാപിച്ച അനേകം മക്കളെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മ യുവത്വത്തിൻ്റെ ആ അവസ്ഥയിൽ, പരിശുദ്ധ അമ്മ മാതാവ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്, മാതൃകയാണ്.
ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് കന്യകമാരൊക്കെ ഒത്തിരിയേറെ നമ്മുടെ യുവതികളും യുവാക്കന്മാരൊക്കെ അനുകരിക്കേണ്ട, നമ്മളൊക്കെ അനുകരിക്കേണ്ട ശക്തമായ മാതൃകയാണ് പരിശുദ്ധ അമ്മ. അമ്മ എന്താ ചെയ്തേ? ദൈവവചനത്തിന് സമർപ്പിച്ചു. ഇതാ കർത്താവിന് ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. മാതാവിൻ്റെ ജീവിതം അനുഗ്രഹമായിട്ട് മാറി. വീണ്ടും തിമോത്തിയോസിൻ്റെ ജീവിതം നമുക്കറിയാം. അദ്ദേഹത്തോട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, അതായത് നീ യുവസഹജമായ പാപങ്ങൾക്കും മോഹങ്ങൾക്കും അടിമപ്പെട്ടു പോകരുത്. വളരെ ശക്തമായിട്ട് പറയുകയാണ്, അടിമപ്പെട്ടു പോകരുത്. 2 തിമോത്തി 2:22 പൗലോസ്ലീഹ പറയുകയാണ്, യുവസഹജമായ മോഹങ്ങൾക്ക് നീ അടിമപ്പെടരുത്. വീണ്ടും 1 തിമോത്തി 4:12 പറയുന്നുണ്ട്, ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാകരുത്. തിമോത്തി പ്രായക്കുറവുള്ള വ്യക്തിയാണ്, പക്ഷേ അവൻ ദൈവത്തിന് വേണ്ടി ജ്വലിച്ചു. അതിൻ്റെ പേരിൽ അവൻ ഒരിക്കലും അവഗണന ഉണ്ടായില്ല. കാരണം ദൈവം അവനെ അതിസമർത്ഥമായിട്ട് അനുഗ്രഹിച്ചു, ശക്തിപ്പെടുത്തി, ബലപ്പെടുത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, യുവത്വത്തിൽ തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വലിയ ശക്തി കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, വിജയം കൊണ്ട് അനുഗ്രഹിക്കുന്ന വലിയ അനുഭവം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ യുവത്വത്തിൻ്റെ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ഇനി ഈ യുവത്വത്തിൽ തന്നെ ഇങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല, വളരെയേറെ വിഷമകരമായ കാര്യമായി ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ശക്തമായ തീരുമാനമെടുക്കണം. ഒന്നാമത് വ്യക്തിപരമായിട്ട് ഈ കൗമാരത്തിൻ്റെ യൗവനത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ ഒരു എന്താ പറയുക, ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഈ അടിസ്ഥാനപരമായ പാപശക്തികൾ അതിശക്തമായിട്ട് ആക്രമിക്കുന്ന, കീഴടക്കുന്ന കാലഘട്ടമാണ് യുവത്വത്തിൻ്റെ കാലഘട്ടം. ജഡത്തിൻ്റെ ദുരാശ, ജഡത്തിന് ഒരു ദുരാശയുണ്ട്, ജഡികാസക്തിയുണ്ട്, കണ്ണുകളുടെ ദുരാശ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഈ ലോകത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം ജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമേ അല്ല. അത് മനസ്സിലാക്കുക. വീണ്ടും അവരുടെ എന്താ പറയുക, എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങൾ, അവരെ പിയർ ഗ്രൂപ്പ്, കൂട്ടുകാർ, കൂട്ടുകെട്ട്, ബന്ധങ്ങൾ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ പറയും നിങ്ങൾ ചെയ്തോ. ഇന്ന് കൂട്ടുകൂടുമ്പോൾ പ്രിയപ്പെട്ടവർ, കൂട്ടുകാർ പാപത്തെ ന്യായീകരിക്കുന്നവരാണ്. സിനിമ കാണാൻ പോവുക, ഒരുമിച്ചിരുന്ന് ബ്ലൂ ഫിലിം കാണുക, ഒരുമിച്ചിരുന്ന് കമ്പനി കൂടി വെള്ളടിക്കുക, ഷെയർ എടുക്കുക, കഞ്ചാവ് അടിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ അടുത്ത് 1-2 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. കഞ്ചാവിൻ്റെ അതിപ്രസരണം അവിടെ. രാവും പകലുമില്ലാതെ ഈ കഞ്ചാവും തേടി പോകുന്ന മക്കൾ അച്ഛൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കൂട്ടുകൂടി പാപത്തെ ന്യായീകരിച്ച്, പാപത്തെ വച്ച് പൂജിച്ച് ജീവിക്കുന്ന ഈ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തോടുള്ള ആഴമായ ബന്ധമില്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ നശിച്ചു പോകും. പിന്നെ ലോകത്തിൻ്റെ അവസ്ഥ എന്താ? ഇൻഡിവിജ്വലിസം, വ്യക്തി സ്വാതന്ത്ര്യം, ജഡിക സുഖത്തിന് വേണ്ടി ജീവിക്കുന്ന ഹീഡണിസം എന്ന് പറഞ്ഞാൽ ജഡിക സുഖത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ജീവിക്കുന്ന ഈ ലോകത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പൈശാചികമായ ഈ ലോകത്തിൽ ജീവിക്കുന്ന യുവതലമുറ, ശക്തിയുടെ കാലഘട്ടം, ഒത്തിരിയേറെ ജഡത്തിൻ്റെ ആസക്തികളാൽ കലുഷിതമായ കാലഘട്ടം, അതിന് എന്തൊക്കെ വേണോ അതൊക്കെ വച്ച് വിളമ്പിയിരിക്കുന്ന ഈ ലോകത്തിൽ യുവത്വത്തിൽ തന്നെ ആത്മീയതയിൽ ഉറപ്പിക്കപ്പെട്ട ജീവിതമല്ലെങ്കിൽ അത് നശിച്ചു പോകും എന്നുള്ളത് വലിയ സത്യമാണ്. അതുകൊണ്ട് തന്നെ യുവമക്കളോട് എപ്പോഴും പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കുക, ദൈവത്തിൻ്റെ ശക്തി സ്വന്തമാക്കി ജീവിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എളുപ്പമല്ല കാര്യമില്ല. നമ്മുടെ ജഡത്തിൻ്റെ അവസ്ഥയുണ്ട്, ലോകത്തിൻ്റെ പ്രഷറുണ്ട്, നിങ്ങളുടെ കൂട്ടുകെട്ടിൻ്റെ പ്രഷറുണ്ട്. ഇതൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അവിടെയൊക്കെ ഈ ദാനിയേലിനെ പോലെ, ഷദ്രാക്കിനെ പോലെ, മെഷാക്കിനെ പോലെ, അബദ്നെഗയെ പോലെ, അതോടെ ദാവീദിനെ പോലെ, ജോസഫിനെ പോലെ, തിമോത്തിയെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ ഒത്തിരിയേറെ പുണ്യവാന്മാരുണ്ട്, പുണ്യവതികളുണ്ട്. പാപത്തെ ചെറുത്ത് നിന്ന പുണ്യവതികൾ, യുവാക്കന്മാരായ കൗമാരത്തിലുള്ള അനേകം മക്കൾ, അവരുടെയൊക്കെ ജീവിത മാതൃക പിന്തുടർന്നുകൊണ്ട് കർത്താവിൽ ഉറച്ച ജീവിതം ജീവിക്കുവാനായിട്ട് സാധിക്കണം. അതിന് സാധിക്കണമെങ്കിൽ ഞാൻ പറയും, ദൈവവുമായുള്ള ബന്ധം ആഴപ്പെടുത്തണം മക്കളെ. നമ്മളൊക്കെ ഈ ബന്ധത്തിൻ്റെ ഉറപ്പ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വചനത്തിൽ പറയുന്ന പോലെ ആ പാറമേൽ അടിസ്ഥാനമിട്ട ഒരു ബന്ധം ദൈവത്തോടുണ്ടായിരിക്കണം. തമ്പുരാൻ കൂടെയുണ്ടോ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. പൗലോസ് പറയുന്നു, ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 4:13 പറയുന്നുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്നത് കർത്താവാ. ഇന്ന് ഓരോ യുവമക്കൾക്കും പറയാൻ പറ്റണം, എന്നെ നയിക്കുന്നത്
എന്നെ ശക്തനാക്കുന്നത് എൻ്റെ കർത്താവാണ്, വേറെ ഒന്നുമല്ല. ആ ഒരു കരുത്ത് ഇന്ന് പല കൂട്ടുകെട്ടുകളും ബന്ധം. ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്ക യുവമക്കളൊക്കെ ഒരുമിച്ച് കൂടി എന്താ പറയുക, പാപം ചെയ്യുമ്പോൾ പള്ളി പോകാതിരിക്കുമ്പോൾ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നിപ്പോൾ യുവമക്കളൊക്കെ വന്നിട്ട് പള്ളിയുടെ നടയിലിരുന്ന് ഈ മൊബൈലും ഈ ഫുൾ ടൈം മൊബൈലിരിക്കുകയാണ്. ഈ അവസ്ഥ ഞാൻ ഓർക്ക്, ദൈവം വേണ്ട, പള്ളി വേണ്ട, അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ഈ മക്കൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോവുക. അതുകൊണ്ട് ഈ യുവത്വത്തിൻ്റെ കാലഘട്ടം ഇന്ന് വളരെയേറെ എന്താ പറയുക, പാപത്തിലേക്ക് നയിക്കുന്ന, പൈശാചികതയിലേക്ക് നയിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ദൈവബന്ധം ഉറപ്പിക്കുന്നില്ലെങ്കിൽ ഈ മക്കളൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ല, ജഡത്തിൻ്റെ ദുരാശയ്ക്ക് അടിമപ്പെട്ട്, കണ്ണുകളുടെ ദുരാശയ്ക്ക് അടിമപ്പെട്ട്, ഈ അഹന്ത, ഈ യുവത്വത്തിൻ്റെ ഒരു അഹങ്കാരമുണ്ട്, ഞാനെന്ന ഭാവം, ആ ഒരു അവസ്ഥയിൽപ്പെട്ട് നശിച്ചു പോകുന്ന, തകർന്നു പോകുന്ന ഒത്തിരി അനുഭവങ്ങൾ. ദീർഘനാളത്തെ യുവമക്കളുടെ ഇടയിലുള്ള അനുഭവം എനിക്കുണ്ട്. ശുശ്രൂഷയുടെ അനുഭവം, ജയിലിലെ ധ്യാനങ്ങൾ, കൊട്ടേഷൻ ടീമുകൾ, അക്രമത്തിൽപ്പെട്ടു പോയ മക്കൾ, ഈ മക്കളുടെ ഇടയിലൊക്കെ ഇടപെടുമ്പോൾ ഇതിൻ്റെ ആധിപത്യം, ശക്തി എത്രമാണെന്ന് നേരിട്ട് കണ്ടനുഭവിച്ചറിഞ്ഞ അച്ഛനെ ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയതയിൽ ഉറപ്പിക്കപ്പെട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. പിന്നെ മറ്റൊന്നുള്ളത്, എപ്പോഴും ഓർക്കുക, ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം യുവത്വത്തിൽ അത്യന്താപേക്ഷിതമാണ്. കർത്താവിൻ്റെ സംരക്ഷണം എപ്പോഴും, ആ സംരക്ഷണത്തിന്, അതുകൊണ്ടാണ് ജോബിൻ്റെ കുടുംബത്തിന് കിട്ടിയ ഗുണം എന്താണ്? വേലി കെട്ടി കർത്താവ് സംരക്ഷണം ഏർപ്പെടുത്തി. ഇന്ന് മാതാപിതാക്കളും മക്കളും ചെയ്യേണ്ട വലിയൊരു കാര്യമാണ്. ജോബ് 1:10 സാത്താൻ ദൈവത്തോട് പറയുക, എനിക്ക് അവൻ്റെ വീട്ടിലേക്ക് കയറാൻ പറ്റണില്ല. ഞാൻ പറയുകയാണെങ്കിൽ ദൈവം നമുക്ക് വേലി കെട്ടി സംരക്ഷണം നൽകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ സാത്താനോ അവൻ്റെ ആധിപത്യങ്ങൾക്കോ യുവത്വത്തിലേക്കോ മക്കളെ നിങ്ങളുടെ ജീവിതത്തിലേക്കോ കടന്നു വരാൻ പറ്റാത്ത വിധം ദൈവം നമുക്ക് സംരക്ഷണം തരും. വിശുദ്ധ ഫൗസ്റ്റീന പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് സംരക്ഷണം നൽകണമെന്ന്. ഇന്ന് യുവമക്കൾക്ക് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു വലിയൊരു അവസ്ഥയാണ് സുരക്ഷിതത്വം എന്നുള്ളത്. ഇന്ന് മക്കളെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ മക്കളെ നിങ്ങൾ ലോകത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇറക്കി വിടുന്നു. പലയിടങ്ങളിൽ പോയി ജോലി ചെയ്ത മക്കളുണ്ട്. അച്ഛനറിയാം, ഒരു സുരക്ഷിതത്വം ഇല്ല, എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്ന, തകർന്നു പോകാവുന്ന അവസ്ഥയാണ്. ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ സംരക്ഷണം, ആ വേലിക്കെട്ടിൻ്റെ സംരക്ഷണം ഉറപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇനി നന്നായിട്ട് ജീവിക്കുന്ന, ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിലും കർത്താവിന് സംരക്ഷണമില്ലെങ്കിൽ തകർന്നു പോകുന്ന, നശിച്ചു പോകുന്ന അവസ്ഥകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കൂടെ നിർത്തുന്ന, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്ന വലിയ ഒരു ജീവിതം ജീവിക്കുവാൻ യുവത്വത്തിൽ സാധിക്കണം. ഈ ആത്മീയത ഉറപ്പിക്കുവാനുള്ള വലിയ ഒരു വെല്ലുവിളി ദൈവമായ കർത്താവ് നമുക്ക് നൽകുകയാണ്. ഇതിന് സാധിക്കുന്ന 1-2 മാർഗങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, പ്രാർത്ഥന. യുവമക്കൾ ശക്തമായ പ്രാർത്ഥനയുള്ളവരായിരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ മക്കളെ പഠിപ്പിച്ചു വിടും മാതാപിതാക്കളെ. ജപമാല ചൊല്ലി മാതാവിൻ്റെ സംരക്ഷണത്തിൽ, മാതാവിൻ്റെ നീല അങ്കിക്കുള്ളിൽ ആ സംരക്ഷണത്തിൽ വസിക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞ് പഠിപ്പിച്ച് ഒരുക്കി വിടണം. സങ്കീർത്തനം 119-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, യുവാവ് എങ്ങനെ തൻ്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് തന്നെ. പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി അംഗീകരിച്ച് ജീവിക്കുമ്പോൾ അവർ പറയാണ്, യുവാവ് എങ്ങനെ തൻ്റെ ജീവിതം നിർമ്മലമായി കാത്തുസൂക്ഷിക്കാൻ സാധിക്കും? അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് തന്നെ. പ്രിയപ്പെട്ടവരെ, യുവത്വത്തിൽ ഈ വചനം അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ശക്തമായ പ്രാർത്ഥനയിലൂടെ ദൈവബന്ധത്തിൽ ആഴപ്പെടുത്തിയ ആ ഒരു ഉറപ്പ് ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഈ കലുഷിതമായ ഈ ലോകത്തിൽ ഈ യുവത്വത്തിൻ്റെ ജഡികമായിട്ടുള്ള ഈ ആധിപത്യത്തിൻ്റെ മേഖലകളിലൊക്കെ അതിജീവിക്കാനും അതിനെ കീഴടക്കാനും, ലോകത്തെ കീഴടക്കാൻ, ജഡത്തെ കീഴടക്കാൻ, പിന്നെ പിശാച് മക്കളെ യുവത്വത്തിൽ ഏറ്റവും അധികം അവൻ ആക്രമിക്കുന്ന ഒരു മേഖലയാണ് യുവത്വത്തിൻ്റെ കാലഘട്ടം. കാരണം യുവത്വത്തിൽ അവനെ നശിപ്പിച്ചാൽ പിന്നെ അവൻ്റെ ഭാവി ജീവിതം മുഴുവൻ നശിക്കപ്പെടും. അതുകൊണ്ട് കൗമാരത്തിലും യുവത്വത്തിലുമൊക്കെ പിശാച് അതിശക്തമായിട്ട് ആക്രമിച്ച് കീഴടക്കും. എനിക്കറിയാം പല മക്കളെയും യുവത്വത്തിൽ അതിൻ്റെ പ്രസരിപ്പിൽ, തിളപ്പിൽ ജഡിക പാപം ചെയ്തു, അവിഹിത ബന്ധത്തിൽ അല്ലെങ്കിൽ തെറ്റായി പാപം ചെയ്തു, അതിലങ്ങനെ അടിമപ്പെട്ടു പോയി. പിന്നീട് ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അസ്വസ്ഥത, കുറ്റബോധം, നിരാശ, അത് ഭർത്താവ് അറിഞ്ഞു, ഭാര്യ അറിഞ്ഞു, സംശയം, വഴക്ക്, വയ്യാവേലി, ആകെപ്പാടെ നശിച്ചു പോകുന്ന അവസ്ഥകൾ ഒത്തിരി അനുഭവത്തിൽ നിന്ന് അച്ഛൻ പറയാം. യുവത്വത്തിൽ അതുപോലെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ
പിന്നീടുള്ള ജീവിതം നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് സാത്താൻ ഏറ്റവും വളരെയേറെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യജീവിതത്തിൻ്റെ കാലഘട്ടമാണ് യുവത്വത്തിൻ്റെ കാലഘട്ടം. അത് മനസ്സിലാക്കി അവന് ഇടം കൊടുക്കാതെ ശക്തമായ തീരുമാനമെടുത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിച്ചാൽ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ, നമ്മുടെ ജീവിതം, കുടുംബം അനുഗ്രഹിക്കപ്പെടും, ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് വലിയ സത്യമാണ്. അതുകൊണ്ട് ഈ ഒരു സത്യം മനസ്സിലാക്കുക. യുവത്വത്തിൻ്റെ കാലഘട്ടം അതിപ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അത് ഒരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം മുഴുവൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ നശിച്ചു പോകും. അതുകൊണ്ടാണ് ഗലാത്യക്കാർക്ക് ലേഖനം 6-ാം അധ്യായം 7-ാം വചനത്തിൽ പറയുക, ജഡത്തിനായിട്ട് വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാവട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവനും അവൻ കൊയ്തെടുക്കും. നീ എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെ നീ കൊയ്യും. നിന്റെ യൗവനത്തിൽ നീ എന്താ വിതയ്ക്കുന്നേ, അത് നീ കൊയ്തെടുക്കും എന്നുള്ളത് വലിയ സത്യമാണ്. അതുകൊണ്ട് പറയുകയാണ്, ജഡത്തിനായി നീ വിതയ്ക്കരുത്. ഇന്ന് പല മക്കളും യുവത്വത്തിൽ ജഡത്തിനു വേണ്ടി വിതയ്ക്കുക, ജഡത്തെ തൃപ്തിപ്പെടുത്താൻ, അതിൻ്റെതായ ഫാഷൻ, അതിൻ്റെതായ ലഹരി പദാർത്ഥങ്ങൾ, അതിൻ്റെതായ സ്നേഹബന്ധങ്ങൾ, തെറ്റായ ഫോൺ വിളികൾ, ജഡികാസക്തിയെ തൃപ്തിപ്പെടുത്തുന്ന സംസാരങ്ങൾ, ബന്ധങ്ങൾ ഒക്കെ കൊണ്ട് ജഡത്തിനു വേണ്ടി വിതയ്ക്കുമ്പോൾ വചനം പറയുക, നീ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. എത്രയോ മക്കൾ. എന്നാൽ ആത്മാവിനു വേണ്ടി വിതയ്ക്കണം. അത് യുവത്വത്തിൽ തന്നെ വിതയ്ക്കണം. വിതയ്ക്കുന്നത് കൊയ്തിരിക്കും. ആത്മാവിനു വേണ്ടി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് ജീവൻ കൊയ്തെടുക്കും. അത് സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ. പിന്നെ ഈ കാലഘട്ടത്തിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ തിരസ്കരിച്ചെന്ന് വരാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ പെടാൻ പറ്റാത്ത അവസ്ഥയുണ്ടായെന്ന് വരാം. എനിക്കറിയാം പല മക്കളെ, ചില ജോലി ചെയ്യുന്ന യുവമക്കൾ, നമ്മുടെ ആത്മീയമായിട്ടുള്ള ശുശ്രൂഷ മേഖലയിൽ ആത്മീയമായ ഒരു സപ്പോർട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു ആത്മീയതയിൽ ഒരു അനുസരിച്ച് ജീവിക്കുന്ന മക്കളുണ്ട്. പലതിനും ഇടം കൊടുക്കാതെ പാപ സാഹചര്യങ്ങളെ ചേർത്ത് നിന്ന് ഒത്തിരി സാഹചര്യങ്ങൾ, പാപത്തിൻ്റെ ക്ലബ്ബുകൾ, അതോടൊപ്പം തന്നെ പിയർ ഗ്രൂപ്പുകൾ, ഡാൻസ് പാർട്ടികൾ, മദ്യ കൂട്ടായ്മകൾ, ഇതൊക്കെയുള്ള അതിൻ്റെ മധ്യേ കഴിയുന്ന മക്കൾ എനിക്കറിയാം. അതിലൊന്നും ചെന്ന് പെടാതെ, ഹോട്ടലിൽ നിന്ന് പുറത്ത് കിടക്കാതെ, അല്ലെങ്കിൽ ആ മുറിയിൽ നിന്ന് പുറത്ത് കിടക്കാതെ, ഹോസ്റ്റലിൽ തങ്ങളുടെ മുറിയിൽ ഒതുങ്ങിക്കൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ജീവിക്കുന്ന മക്കൾ. അതിനുശേഷം ഈ മക്കൾ പറഞ്ഞിട്ടുണ്ട്, ഇതിലൊക്കെ പിന്നാലെ പോയി പെട്ടുപോയി നശിച്ച് തകർന്ന് തരിപ്പണമായി സ്നേഹബന്ധങ്ങൾ പൊളിഞ്ഞ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഇവരോട് വന്നിട്ട് പ്രാർത്ഥനാ സഹായം ചോദിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ആകെ തകർന്നു, ചാവാൻ പോവാ, ജീവിക്കണ്ട. ആത്മഹത്യയുടെ വക്കിൽ ഇതിൻ്റെ പിന്നാലെ പോയി നശിച്ചു പോയ മക്കൾ, അവിടെയും പിടിച്ചു നിൽക്കുന്ന അനേകം യുവമക്കളെ അച്ഛനറിയാം. എൻ്റെ പ്രിയ മക്കളെ, യുവത്വം എന്നുള്ളത് കരുത്തിൻ്റെ കാലഘട്ടമാണ്. ആ കരുത്ത് തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞാൽ, അതിനുവേണ്ടി ആണത്തമുള്ള തീരുമാനമെടുത്ത് ആത്മീയതയിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിന് അടിസ്ഥാനം ഇടാൻ കഴിഞ്ഞാൽ, ഞാൻ പറയും, നിങ്ങൾ കുടുംബത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയായിട്ട് നിങ്ങൾ മാറും. അങ്ങനെ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടും. പിന്നെ ഓർത്തോ, കുറച്ച് നാളത്തെ ഒരു സുഖം, യുവത്വത്തിന് കുറച്ച് കാലഘട്ടമുള്ളൂ. ആ കാലഘട്ടത്തിന് സുഖം കൊണ്ട് പിന്നീടുള്ള ജീവിതം മുഴുവൻ നിരാശയുടെ, നാശത്തിൻ്റെ, തകർച്ചയുടെ ഒന്നായിട്ട് തീരാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഇനി എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയ മക്കളെ, കർത്താവിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കരുണ കാണിക്കുന്ന കർത്താവാണ് അവിടുന്ന്. അതുകൊണ്ട് മാതാപിതാക്കളെ തമ്പുരാനിലേക്ക് മക്കളെ വളർത്തുക. യുവമക്കളെ കർത്താവിൽ ഉറപ്പിക്കപ്പെടുക. വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ കർത്താവിലേക്ക് തിരിച്ചു വരിക. കാരുണ്യവാനായ കർത്താവ് ധൂർത്തപുത്രനെ പോലെ മാറോട് ചേർത്ത് പിടിച്ച് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തന്ന് ആ കൃപയിൽ സന്തോഷവും സമാധാനവും നിറച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കൾ വളരണം. അങ്ങയുടെ മക്കൾ ആരും നശിച്ചു പോകാൻ പാടില്ല. അങ്ങയിൽ അടിയുറച്ച ജീവിതത്തിലൂടെ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുവല്ലോ. നല്ല തമ്പുരാനെ, അതിനുവേണ്ടി അങ്ങ് ഞങ്ങളെ നടത്തുന്ന വഴികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയോട് ചേർന്ന് നിന്ന വിശുദ്ധാത്മാക്കളെ പോലെ യുവത്വത്തിലും പാപം ചെയ്യാതെ ജീവിച്ചവരും അതിനുവേണ്ടി മരിച്ചവരുമായ രക്തസാക്ഷികളെ പോലെ, കർത്താവായ ദൈവമേ, അങ്ങയിൽ ഉറപ്പിക്കപ്പെട്ട ജീവിതം ജീവിക്കാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമേ. ആത്മീയതയിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതം, അത് പഠനമാകട്ടെ, ജോലിയാകട്ടെ, ദാമ്പത്യമാകട്ടെ, പൗരോഹിത്യമാകട്ടെ, എന്തും ആത്മീയതയിൽ അങ്ങയോടുള്ള ബന്ധത്തിൽ ഉറപ്പിക്കപ്പെട്ടതായിട്ട് തീർക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് പ്രത്യേകമായ വിധം കനിഞ്ഞ് അനുഗ്രഹിക്കണമേ.
അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം അതിനായിട്ട് ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മിഖായിലെ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗീയ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.